നമ്മുടെ കൂടെയുള്ള ആളിന് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം എപ്പോഴും പെർഫെക്റ്റാണ്. അദ്ദേഹത്തെ എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, എന്ത് ചെയ്താലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ചിലപ്പോൾ നോട്ടമാകാം, ചില വാക്കുകളാകാം, ചില പ്രവൃത്തികളാകാം നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയെ ഒരുപാട് മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ ചിലപ്പോൾ കടന്നു പോകാം. അതുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ആളിനെ സൗഖ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കിട്ടി. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും പ്രാർത്ഥന നിറഞ്ഞ നല്ലൊരു ആഴ്ച നേരുന്നു. നല്ലവനായ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് അനുഗ്രഹത്തിൻ്റെ നന്മയുടേതായിട്ടുള്ള കൃപാവരങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നന്മകളും പുണ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേരുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. അത് ഇങ്ങനെയാണ്: മുറിവേറ്റ 2 മനുഷ്യർ പരസ്പരം സുഖപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം. മുറിവേറ്റ 2 മനുഷ്യർ പരസ്പരം സുഖപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, മുറിവേറ്റ ഒരു മനുഷ്യനെ സമറിയാക്കാരൻ ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബം എന്ന് പറയുക, നമ്മുടെ ഭവനമെന്ന് പറയുക, ഇങ്ങനെ മുറിവേറ്റ ആളുകളെ പരിചരിക്കുന്ന, അവരെ സുഖപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു ഇടമായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കന്മാരെ മുറിവ് സൗഖ്യപ്പെടുത്തുന്ന ഒരു ഇടമായി മാറണം. പലപ്പോഴും നമ്മുടെ കുടുംബം പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കന്മാർ, മക്കൾ എന്നിവർ മുറിപ്പെടുത്തുന്ന ഒരു ഇടമായി മാറുകയാണ്. ഈശോ പറഞ്ഞ ഈ സുവിശേഷത്തിലെ സത്രം പോലെ ആയിരിക്കണം നമ്മുടെ കുടുംബവും കുടുംബജീവിതവും. പരസ്പരം മുറിവുണക്കുന്ന ആളുകളായി മാറണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂടെയുള്ള ആളിന് ഒരു കുഴപ്പവുമില്ല, അദ്ദേഹം എപ്പോഴും പെർഫെക്റ്റാണ്, അദ്ദേഹത്തെ എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, എന്ത് ചെയ്താലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ചിലപ്പോൾ നോട്ടമാകാം, ചില വാക്കുകളാകാം, ചില പ്രവൃത്തികളാകാം നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയെ ഒരുപാട് മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ ചിലപ്പോൾ കടന്നു പോകാം. അതുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ആളിനെ സൗഖ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. കഴിഞ്ഞ ദിവസം ഫാമിലി കൗൺസിലിൽ വന്ന ഒരു സഹോദരിയെ പരിചയപ്പെടാനിടയായി. അദ്ദേഹം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ പറയാണ്, ഞാനും ഭർത്താവ് ഒരുമിച്ചാണ് വിദേശത്ത് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തത്. അതിന് ഞങ്ങൾ കുറച്ച് സ്വത്തുകളൊക്കെ വിറ്റു, കുറച്ച് ലോണുകളൊക്കെ ഞങ്ങൾ എടുത്തു. 1 മാസം കഴിഞ്ഞ് പോകാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ പോകാൻ പറ്റിയില്ല. 1 മാസം എന്നുള്ള 2 മാസവും 3 മാസവുമൊക്കെ ആയി. കുറച്ച് കടങ്ങൾ കയറാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി മദ്യപാനത്തിലേക്ക് മറ്റു ദുശീലങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു. വീണ്ടും രാത്രിക്കൊക്കെ വന്നിട്ട് എന്നോട് പറയും,
നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ഈ കുടുംബത്തിൻ്റെ ഈ പ്രശ്നത്തിൽ ആ മനുഷ്യൻ എന്താ ചെയ്തത്? രണ്ടുപേരും മുറിവേറ്റവരാണ്. രണ്ടാളുകളും, ഭാര്യയും ഭർത്താവും മുറിവേറ്റ ആളുകളാണ്. ഒരാൾ അയാളുടെ മുറിപ്പാടുകൾ സൗഖ്യപ്പെടുത്താൻ നോക്കുന്ന എങ്ങനെയാണ്? ജീവിത പങ്കാളിയെ മുറിപ്പെടുത്തിക്കൊണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബത്തിൽ പരസ്പരം മുറിവേൽപ്പിക്കുന്ന മനുഷ്യരാകാതെ നമ്മൾ സൗഖ്യപ്പെടുത്തുന്ന മനുഷ്യരാകാൻ വേണ്ടി ഈശോ പറയാണ്, നമ്മുടെ കുടുംബം, നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബം ഒരു സൗഖ്യപ്പെടുത്തുന്ന ഇടമായി മാറണം. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബം പരസ്പരം സൗഖ്യപ്പെടുത്തുന്ന ഒരിടമായി മാറണം. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഭാര്യ വിദേശത്താണുള്ളത്, ഭർത്താവ് ഈ നാട്ടിലാണുള്ളത്. രണ്ടുപേരും അധ്വാനിക്കും. രണ്ട് സ്ഥലങ്ങളിലായി രണ്ടുപേരും അധ്വാനിക്കുന്നു. രണ്ടുപേരും കുടുംബം നന്നാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ്. പക്ഷെ പലപ്പോഴും അവർ ഫോൺ വിളിക്കുന്നത് കുറ്റപ്പെടുത്തുവാനും മറ്റാളെ അടിച്ചമർത്തുവാനും വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബജീവിതം വളരുന്നതിന് പകരം തളരാൻ വേണ്ടി തുടങ്ങും. നമ്മൾ വിചാരിക്കുന്നു പലപ്പോഴും നമ്മൾ ഉപദേശിച്ച് കുറ്റപ്പെടുത്തി അവരെ നന്നാക്കാൻ വേണ്ടി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. പരസ്പരം സൗഖ്യപ്പെടുത്തുവാനുള്ള കൃപയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം സുഖപ്പെടുത്തുവാനുള്ള കൃപയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ വേണ്ടത്. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം മുറിപ്പെടുത്തുന്ന ഒരു ഇടമായി മാറുകയാണ്. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം മുറിപ്പെടുത്തുന്ന ഒരിടമായി മാറുകയാണ്. ഈ ഈശോ പറഞ്ഞ നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ ആ സമറിയക്കാരൻ എന്ത് ചെയ്ത? വഴിയിൽ മുറിവേറ്റ് കിടന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. അതിനു മുമ്പ് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അവർ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി. സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ മക്കൾക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഉപമയിലെ മറ്റാളുകളെ പോലെ കണ്ടിട്ടും കാണുന്നില്ലെന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ സമറിയക്കാരൻ എന്താ ചെയ്തേ? അദ്ദേഹം യാത്ര അവസാനിപ്പിച്ചവിടെ എന്നിട്ട് എന്ത് ചെയ്തു? ഈ കഴുതയുടെ പുറത്ത് നിന്നിറങ്ങി ആ മുറിവേറ്റ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചു. കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കിട്ടി. ഹല്ലേലൂയ. ആ മനുഷ്യൻ എന്താ ചെയ്തത്? യാത്ര അവിടെ നിർത്തി വെച്ചിട്ട് അദ്ദേഹം ആ കഴുതയുടെ പുറത്തു നിന്ന് ഇറങ്ങി, എന്നിട്ട് ഈ മുറിവേറ്റ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കയ്യിലുള്ള എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് ആ മുറിവേറ്റ മനുഷ്യനെ വെച്ച് കെട്ടാൻ വേണ്ടി തുടങ്ങി. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ തിരക്കിട്ടുള്ള യാത്രയിലാണ്. പണം സമ്പാദിക്കുവാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പേരിന് വേണ്ടി നമ്മളെല്ലാവരും തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെയുള്ള എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, അല്ലെ എൻ്റെ മാതാപിതാക്കന്മാരെ ഈ മുറിവുകൾ കാണാൻ ഞാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള ആളിൻ്റെ ഈ മുറിവ് കാണാൻ ഞാൻ മറന്നുപോയ നമ്മളെന്താ എന്ത് ചോദിച്ചാലും നമ്മൾ തിരക്കായിരുന്നു, അയ്യോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈശോ നമ്മളോട് പറയാണ്, നിങ്ങളെ തിരക്കിട്ട യാത്ര നിങ്ങൾ അവിടെ നിർത്തി ഈ സൈഡിലുള്ള നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മാതാപിതാക്കന്മാരാകാം, അവർ മുറിവേറ്റ് കിടപ്പുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജോലി ഇടങ്ങളിൽ ചിലപ്പോൾ മുറിവേറ്റിട്ടുണ്ടാവാം. മറ്റുള്ള ആളുടെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവാം. ചില ആകുലതകളുടെ, ടെൻഷൻ്റെ ഒക്കെ മുറിവുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന നിങ്ങളുടെ മകനോ മകൾക്കോ ഈ മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങളെ ഓർത്ത് ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അല്ല അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെതായിട്ട് ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടാവാം. നമ്മളെന്താ ചെയ്യുന്നുണ്ട്? അവരുടെ ഈ നല്ല സമറിയക്കാരൻ ചെയ്തതുപോലെ അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. എന്നിട്ട് നമ്മളെന്താ ചെയ്യണ്ടേ? അവരോട് സംസാരിക്കണം. നമ്മുടെ കയ്യിലുള്ള എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് അവരെ മുറിവുകൾ വെച്ച് കെട്ടണം. ആ
എണ്ണയും വീഞ്ഞുമെന്ന് പറയുക നിങ്ങളുടെ സ്നേഹമായിരിക്കണം, നിങ്ങൾക്ക് അവരോടുള്ള കാരുണ്യമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലുള്ള ആളുകളോടുള്ള സ്നേഹമായിരിക്കണം, നിങ്ങൾക്ക് അവരോടുള്ള വാത്സല്യമായിരിക്കണം. പലപ്പോഴും നമ്മൾ വേഗത നിറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വഴിയിൽ കിടക്കുന്ന നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുറിവുകൾ അവിടെ തന്നെ ഇരിക്കും. ഈ മനുഷ്യൻ അവിടെ ചെന്നു മുറിവുകൾ വെച്ച് വെട്ടി വീണ്ടും സത്രത്തിൽ കൊണ്ടുചെന്നാക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബം എന്ന് പറയുക ദൈവം തന്നൊരു സത്രമാണ്. എൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കന്മാരുടെ മുറിവ് ഉണക്കുന്ന ഒരു സ്ഥലമായി മാറണം. പലപ്പോഴും നമ്മൾ മുറിപ്പെടുത്തുന്ന മനുഷ്യരാണ്. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിച്ചു വിവാഹം കഴിച്ചവരാണ്. ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ഒരു ദിവസം ഭർത്താവ് പറയാണ്, നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും, നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ തമ്മിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. പക്ഷെ ഇന്ന് അവർ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? കൂടെയുള്ള ജീവിത പങ്കാളി ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി അവർ തിരക്ക് പിടിക്കുകയാണ്. പരസ്പരം മുറിവേൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഭവനം എന്ന് പറയുന്നത് ഈശോ പറഞ്ഞ ഈ ഉപമയിലൂടെ സത്രം പോലെ ആയിരിക്കണം. എൻ്റെ കൂടെയുള്ള മാതാപിതാക്കന്മാരുടെ, മക്കളുടെ, ജീവിത പങ്കാളിയുടെ മുറിവ് ഉണക്കുന്ന സ്ഥലമായി മാറണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? എങ്ങനെ അവരെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് മുറിപ്പെടുത്താൻ വേണ്ടി പറ്റും? എങ്ങനെ അവരെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് മുറിപ്പെടുത്താൻ വേണ്ടി പറ്റും? ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നങ്ങളുള്ള ഒരു കുടുംബ ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭർത്താവിനറിയാം എന്തു പറഞ്ഞാൽ ഭാര്യ പെട്ടെന്ന് വേദനിക്കുമെന്നറിയാം. ഭാര്യ പെട്ടെന്ന് അമർഷം കൊള്ളുന്നത്, വേദനിക്കുന്നത് ആ ഭാര്യയുടെ വീട്ടുകാരെ പറയുമ്പോഴാണ്. വീട്ടുകാരെ, മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ആ ഭാര്യ പെട്ടെന്ന് പതറിപ്പോകുമെന്ന് അറിയുന്ന ഈ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എപ്പോഴും അവർ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കൂടെയുള്ള ആളുകളെ മുറിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പക്ഷേ ഈശോ സുവിശേഷത്തിൽ പറയുക, നിങ്ങളുടെ ഭവനം ഈ നല്ല സമറിയാക്കാരൻ ആ മുറിവേറ്റ മനുഷ്യനെ കൊണ്ടുചെന്ന് ആക്കിയ ഇടം പോലെ ആയിരിക്കണം. നിങ്ങൾ അവരെ പതുക്കെ പതുക്കെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ സംസാരം കൊണ്ട്, നിങ്ങളുടെ നോട്ടങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആളിനെ സൗഖ്യപ്പെടുത്താൻ പരിശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം മുറിപ്പെടുത്തുന്ന കുടുംബമായി മാറുകയാണ്. എങ്ങനെ എൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയെ വാക്കിലും പ്രവൃത്തിയിലും മുറിപ്പെടുത്താം എന്ന ചിന്തയിലാണ് പല കുടുംബങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന ചിന്തയിലാണുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമുക്ക് തന്നൊരു 2 ധനാറയുണ്ട്. 2 ധനാറയുണ്ട്. അതൊന്നും നമ്മുടെ വാക്കാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ മുറിവേറ്റ എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കന്മാരെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട്, നല്ല സൗഹൃദമുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മാതാപിതാക്കന്മാരെ, എൻ്റെ മക്കളെ ഞാൻ സൗഖ്യപ്പെടുത്താനുള്ള പരിശ്രമം തുടങ്ങണം. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെ അവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയാണ് ചിന്തിക്കുന്നത്. ഈ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ 2 പേരും പരസ്പരം മുറിവേറ്റ ആളുകളാണ്. അവർ ജീവിത സാഹചര്യങ്ങളിൽ, അവർ വളർന്നു വന്ന സ്കൂളുകളിൽ, വളർന്നു വന്ന സാഹചര്യങ്ങളിൽ, അവരുണ്ടായിരുന്ന ഓഫീസുകളിൽ, അങ്ങനെ പരസ്പരം മുറിവേറ്റ ആളുകളാണ് ഇവരുള്ളത്. ഈ മുറിവേറ്റ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പലപ്പോഴും
നമ്മുടെ കുടുംബങ്ങൾ മുറിപ്പെടുത്തുന്ന ഇടങ്ങളായിട്ട് മാറുകയാണ്. സ്വാന്തനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ഓരോരുത്തരെയും കുടുംബം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല സമറിയാക്കാരനെ പോലെ ആകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. മുറിവേറ്റ ആളുകളെ അവർ സൗഖ്യപ്പെടുത്തുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു അമ്മ പറഞ്ഞ വാക്കാണ് ഇങ്ങനെയായിരുന്നു. അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ അവരുടെ സ്വന്തം വീട്ടിൽ അവർക്ക് ഒരുപാട് വേദനകളും ഒറ്റപ്പാടുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറ്റപ്പെടുത്തിയിട്ടാണ് ഇവരെ വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള അമ്മ ഇവരെ ഭയങ്കര സ്നേഹവും വാത്സല്യവും കൊടുത്ത് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ വീട്ടിൽ പോകണമെന്ന് പോലുമില്ല. സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ഈ സൗഖ്യപ്പെടുത്തുന്ന ഇടമായി മാറിയാണ്. ആ ഭാര്യയ്ക്ക് അവരുടെ ജീവിതകാലത്ത് ഉണ്ടാകുന്ന എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്തുന്ന ഒരിടമായി ആ ഭവനം മാറി. നിങ്ങളുടെ കുടുംബം ഒരു സൗഖ്യപ്പെടുത്തുന്ന ഇടമായി മാറട്ടെ. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പരസ്പരം സൗഖ്യപ്പെടുത്തുന്ന ഒരിടമായി മാറട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഭാവിയെക്കുറിച്ചുള്ള ആകുലതയിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ പഠനത്തെക്കുറിച്ചുള്ള ആകുലതയിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന ആകുലതയിലായിരിക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നത്തിലും പ്രതിസന്ധികളുമൊക്കെ അവർ ശാരീരികമായും മാനസികമായിട്ടും കടന്നു പോകുന്ന സമയമായിരിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പതുക്കെ നമ്മൾ യാത്ര അവിടെ നിർത്തി അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ പതുക്കെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങുക. ഹല്ലേലൂയ. മറ്റുള്ള ആളുകൾ ചിലപ്പോൾ അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. ജീവിത സാഹചര്യങ്ങൾ അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പതുക്കെ നമ്മുടെ കയ്യിലുള്ള ഈ എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് അവരെ മുറിവുകൾ വെച്ച് കെട്ടണം. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് പ്രശ്നവും ബുദ്ധിമുട്ടും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ മുറിപ്പാടുകൾ നമ്മൾ വീണ്ടും മുറിപ്പെടുത്താനാണ് നോക്കുന്നത്. കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തി അവരെക്കുറിച്ചുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ മുറിപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, നമ്മുടെ കുടുംബം, നമ്മളായിരിക്കും നമ്മുടെ ഭവനം പരസ്പരം മുറിവുകൾ ഉണക്കുന്ന ഇടമാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബം പരസ്പരം മുറിവുകൾ ഉണക്കുന്ന ഇടമാകട്ടെ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ആ വീട്ടിലെ വീട്ടമ്മ പുറത്ത് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. വൈകുന്നേരങ്ങളൊക്കെ അവർ ഭർത്താവിനോട് പറയും, എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നും ഈ ഭർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ജോലിയല്ലേ, ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഭർത്താവിന് ഇതൊന്നും സമയമൊന്നും കൊടുത്തില്ല. ഒരു സുപ്രഭാതത്തിൽ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരുടെ വീട്ടിലേക്ക് പോയി. ചോദിച്ച് പറയാണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നം ഉണ്ടാകുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവിന് അത് മനസ്സിലാകുന്നില്ല. അവർ പറയാണ്, ഇത് സ്വാഭാവികമല്ലേ, സാധാരണ എല്ലാ ഓഫീസിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ നിനക്കുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, കേൾക്കാനുള്ള, അവരെ മനസ്സിലാക്കുവാനുള്ള ചില കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ കേൾക്കുമ്പോൾ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അതിനോട് നമ്മൾ പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ ഈ ഈശോ പറഞ്ഞ ഈ മുറിവുണക്കുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ പതുക്കെ കടന്നു പോകും. ഈശോ പറഞ്ഞ ഈ മുറിവുണക്കുക, അത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ധനാറ എന്ന് പറയുക, കൂടെയുള്ള ആളിനെ കേൾക്കുക, മനസ്സിലാക്കുക. ഹല്ലേലൂയ. കൂടെയുള്ള ആളിനെ കേൾക്കാനും അവരെ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അവരുടെ രീതിയിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. പതുക്കെ വാക്കുകൾ കൊണ്ട് അത് ശരിയാകും, നമുക്ക് ശരിയാക്കാം, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവരെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.
രണ്ട് മുറിവേറ്റ മനുഷ്യർ പരസ്പരം സൗഖ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആളിനെ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന 2 ധനാരയുണ്ട്. അതൊന്ന് സ്നേഹമാണ്. 2 കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള നല്ല മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ആളിൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കൂടെയുള്ള ആൾ ഒരുപാട് വിഷമത്തിലൂടെയും പ്രതിസന്ധിയുടെയും മുറിവുകളിലൂടെയാണ് കടന്നു പോകുന്നത്. വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലായ്മയാകാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അവിടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങളും മുറിവേറ്റ ഒരു മനുഷ്യനാകാതിരിക്കാം. പക്ഷേ നിങ്ങളുടെ മുറിവ് നിങ്ങൾ സൗഖ്യപ്പെടുത്തേണ്ടത് കൂടെയുള്ള ആളിനെ മുറിപ്പെടുത്തിക്കൊണ്ടല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കന്മാരെ സൗഖ്യപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിട്ട് എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെയുള്ള മാതാപിതാക്കന്മാരെ, മക്കളെ, ജീവിത പങ്കാളിയെ സൗഖ്യപ്പെടുത്തുന്ന ഒരാളായിട്ട് എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബജീവിതം, ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബം മുറിപ്പെടുത്തുന്ന ഒരിടമാകാതെ കൂടെയുള്ള ആളിനെ സൗഖ്യപ്പെടുത്തുന്ന ഒരിടമായി മാറാൻ വേണ്ടി പരിശ്രമിക്കാം. കുടുംബജീവിതക്കാരുടെ തുണയും മാതൃകയുമായ ഈസപിതാവും മറിയവും അവർ ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്തിയില്ല, മുറിവേൽപ്പിച്ചില്ല. അവർ എന്താ ചെയ്തത്? അവർ പരസ്പരം സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങി. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരം മുറിവുണക്കുന്ന ഇടമായി മാറണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സൗഖ്യപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടുകയും കുടുംബത്തിൻ്റെ കൂടെയും കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ കൂടെയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.